സംഖ്യ അദ്ധ്യായം 3 അഹ്റോൻ്റെ പുത്രന്മാർ. സീനായ് മലമുകളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹ്റോൻ്റെയും മോശയുടെയും വംശാവലി ഇപ്രകാരമായിരുന്നു. അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ: ആദിജാതനായ നാദാബും അബീഹും എലയാസർ, ഇത്താമാർ എന്നിവരും. ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ അഹ്റോൻ്റെ പുത്രന്മാരാണ്. ഇവരിൽ നാദാബും അബീഹുവും സീനായ് മരുഭൂമിയിൽ കർത്താവിൻ്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു. അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. അതിനാൽ എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോൻ്റെ ജീവിതകാലത്ത് തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു. ലേവ്യരുടെ കടമകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹ്റോൻ്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിനു മുൻപിൽ അഹ്റോനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ. സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം. ലേവ്യരെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോന് പൂർണ്ണമായും നൽകപ്പെട്ടവരാണിവർ. നീ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം. മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എൻ്റേതാണ്. ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി. അവർ എൻ്റെ സ്വന്തമാണ്. ഞാനാണ് കർത്താവ്. ലേവ്യരുടെ ജനസംഖ്യ. സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1 മാസം അതിനു മേലും പ്രായമുള്ള ലേവ്യപുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ച് എടുക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു. ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു: ഗർഷോൻ, കൊഹാത്ത്, മൊറാറി. കുടുംബമനുസരിച്ച് ഗർഷോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ലിബ്നി, ഷിമയി. കുടുംബമനുസരിച്ച് കൊഹാത്തിൻ്റെ പുത്രന്മാർ ഇവരാണ്: അമ്രാം, യിസ്ഹാർ, ഹെബ്രോൺ, ഇസിയേൽ. കുടുംബമനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവയാണ് പിതൃഗോത്രപ്രകാരം ലേവ്യരുടെ കുടുംബങ്ങൾ. ലിബ്നിയരുടെയും ഷിമെയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഗർഷോനിൽ നിന്നാണ്. ഇവയാണ് ഗർഷോനി കുടുംബങ്ങൾ. 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ 7500. ഗർഷോൻ കുടുംബക്കാർ കൂടാരത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിൻ്റെ മകൻ എലീഫാസിൻ്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം. ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം, കൂടാരം, അതിൻ്റെ ആവരണം, വാതിലിൻ്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണവാതിലിൻ്റെ യവനിക, അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോണ്യർ, ഇസ്യേലിയർ എന്നിവർ കൊഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു. 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 8600. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ്. കൊഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിൻ്റെ തെക്കുവശത്താണ് പാളയമടിക്കേണ്ടത്. അവരുടെ നേതാവ് ഇസ്ലിയേലിൻ്റെ മകൻ എലിസാഫ ആണ്. പേടകം, മേശ, വിളക്കുകാൽ, ബലിപീഠങ്ങൾ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തിരശ്ശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ്. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിന് ലേവ്യരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധ സ്ഥല വിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. മഹ്ലി, മൂഷി എന്നീ കുടുംബങ്ങൾ മെറാറിയിൽ നിന്നുണ്ടായി. ഇവയാണ് മെറാറി കുടുംബങ്ങൾ. അവയിൽ 1 മാസവും അതിന്മേലും പ്രായമുള്ള പുരുഷന്മാർ 6200. മെറാറി ഗോത്രത്തിൻ്റെ തലവൻ അബിഹയിലിൻ്റെ മകൻ സൂരിയേൽ ആയിരുന്നു. കൂടാരത്തിന് വടക്ക് ഭാഗത്താണ് അവർ പാളയമടിക്കേണ്ടത്. മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിൻ്റെ ചട്ടക്കൂട്, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം. അങ്കണത്തിൻ്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം. സമാഗമ കൂടാരത്തിന് മുമ്പിൽ കിഴക്ക് വശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരുമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ്. മറ്റാരെങ്കിലും അതിനു മുതിർന്നാൽ അവനെ വധിക്കണം. കർത്താവ് കൽപ്പിച്ചത് അനുസരിച്ച് മോശയും അഹ്റോനും കൂടി 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണമെടുത്തപ്പോൾ സംഖ്യ 25000 ആയിരുന്നു. ലേവ്യർ ആദിജാതർക്ക് പകരം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനങ്ങളിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരുടെയും പേര് വിളിച്ച് എണ്ണുക. ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ലേവ്യരെ എനിക്കായി മാറ്റി നിർത്തുക. അതുപോലെ ഇസ്രായേലുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക. ഞാനാണ് കർത്താവ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലുടെ ആദിജാതന്മാരെയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി. 1 മാസവും അതിന്മേലും പ്രായമുള്ള ആദിജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ചെണ്ണിയപ്പോൾ 20273 പേർ ഉണ്ടായിരുന്നു.
കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലരുടെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ എടുക്കുക. അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെയും. ലേവ്യർ എനിക്കുള്ളവരാണ്, ഞാനാണ് കർത്താവ്. ലേവ്യ പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള 273 ഇസ്രായേൽ ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് 5 ഷെക്കൽ വീതം എടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അഹ്റോനെയും മക്കളെയും ഏൽപ്പിക്കുക. വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് 20 ഗേരായാണ് ഒരു ഷെക്കൽ. ലേവ്യരാൽ വീണ്ടെടുക്കപ്പെടാതെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു. ഇസ്രായേലിലെ ആദ്യജാതരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷെക്കേലിൻ്റെ കണക്കനുസരിച്ച് 1355 ഷെക്കേൽ മോശ പിരിച്ചെടുത്തു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ വീണ്ടെടുപ്പ് വില അഹ്റോനെയും മക്കളെയും ഏൽപ്പിച്ചു.